ഇതെന്ത് കഷ്ടമല്ലേ. നമ്മൾ എങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും വണ്ടിക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്കിത് പുതിയ ശീലമില്ലാത്തതുകൊണ്ട് നമ്മളത് ഓവർകം ചെയ്ത് പിന്നെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കും. സോ വെൽക്കം ടു ദുബായ് സീരീസ് എപ്പിസോഡ് 7. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ സുഹൃത്തിന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അതെന്നെ നമ്മൾ ചെയ്തോളൂ. ദുബായിലെ വൈറൽ ഫുഡ് സ്പോട്ടിൽ നിന്ന് എല്ലായിടത്തും നടന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരുന്നു. സോ ഇന്നത്തെ ഫുഡ് അടി നമ്മുടെ സുഹൃത്ത് ഗണുവിന്റെ കൂടെ ആവാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് പോയത് നാദൽ അർമറിലെ ബർഗർ 28ലാണ്. ഇവിടുത്തെ പ്രധാന താരമായ കെൻഡി ഡൈനമൈറ്റ് ബീഫ് ബർഗറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സംഭവം സിമ്പിൾ ആണ്. ബർഗറിന്റെ മുകളിലേക്ക് ചീസ് ഒഴിക്കുക, ചീറ്റോസ് ഇടുക, നൈസായിട്ട് പോക്കുക, സിമ്പിൾ ആയിട്ട് കഴിക്കുക. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ചീസ് ലവേഴ്സ് ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഒറ്റൊരു ബർഗർ മാത്രം കഴിച്ച് തിരിച്ചു പോവാന്ന് പറഞ്ഞാല് അത് നമുക്ക് പറഞ്ഞ കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ജുമേറയിലുള്ള ബർഗർ ക്യാപിറ്റലിലാണ്. ഇവിടുത്തെ പ്രധാന താരമായ ആർട്ടിസൺ റെക്കഡ് മൈൽഡ് ബർഗറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ബർഗറിനെ ആകെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ പ്രസന്റേഷൻ തന്നെയാണ്. ഇതെങ്ങനെ ഇപ്പൊ പറയാം, നമ്മുടെ മുമ്പിൽ ബർഗറിന്റെ മുകളിലേക്ക് ഇങ്ങനെ ചീസ് ഒഴിക്കുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക രസമുണ്ട്. പക്ഷേ ഈ ടേസ്റ്റ് എനിക്ക് വളരെ ഫെമിലിയർ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. നിങ്ങളിവിടെ പോയി ട്രൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. 2 പ്രാവശ്യം ബർഗർ കഴിച്ചില്ലേ, ഇനി ബർഗർ ഒന്നും വേണ്ട, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയത് ഡൈനമൈറ്റ് ഷേക്കിൽക്കാണ്. ഈ മിക്സിയോ ഗ്ലാസോ എങ്ങനെ അടിക്കാക്കിയാലും ഈ ഷേക്ക് വീഴണില്ല. ഇതെന്ത് മാജിക്കാണ് അവർ കാട്ടിയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് ദുബായിക്ക് വരുമ്പോൾ തന്നെ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് നീയത്ത് വെച്ചിട്ടുള്ള ഫുഡ് സ്പോട്ടിൽ ഒന്നാണിത്. നമ്മളിവിടുത്തെ പിസ്താഷ്യവും പിന്നെ ഡൈനമൈറ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും കിടിലനാണ്. മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ പ്രൈസിങ് തന്നെയാണ്. അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ ഷേക്ക് സെർവ് ചെയ്യുന്നത്. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഇത്രയും കാലം ഒരു പ്രശ്നമില്ലാണ്ട് ഓടിക്കൊണ്ടിരുന്ന വണ്ടി നമ്മൾ കയറിയതിനു ശേഷം ദുബായിയുടെ മെയിൻ ഹൈവേയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ഇതിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ഞങ്ങൾ കളിയാക്കി. ഇതിന് മറുപടിയായിട്ട് അടുത്ത ദിവസം അവന്റെ LC ആയിട്ടാണ് നമ്മളെ കറക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് കുറച്ചു കാലം മുമ്പ് വരെ ട്രെൻഡ് ആയിരുന്ന അൽബേക്കിൽക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് അൽബേക്കൊക്കെ ട്രൈ ചെയ്യുന്നത്. ഇത്രയും ഹൈപ്പിനുള്ള ഉണ്ടോന്ന് പോലും എനിക്ക് സംശയം തോന്നി. നഗറ്റ്സ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഒരു ഓക്കെ ഫീൽ മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.